ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഏറ്റവും പുതിയ ക്രെറ്റയാണ്. ഇത് ക്രെറ്റയുടെ തന്നെ ഏറ്റവും ബേസ് മോഡലാണ്. ഇപ്പം നിലവിൽ നമുക്ക് തോന്നുന്ന സമയത്ത് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള വാഹനങ്ങൾ എടുത്താൽ പോലും ബേസ് മോഡൽ വാഹനങ്ങളിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് നൽകാറുണ്ട്. ഇപ്പോൾ ഹോണ്ട എലവേറ്റൊക്കെ എടുത്താൽ പോലും നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെറ്റയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ക്രെറ്റയുടെ ഈ ഒരു ബേസ് മോഡലിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഹ്യൂണ്ടായി നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആ ഒരു പ്രൈസിന് ഇത് വാല്യൂ ഫോർ മണി ആണോ എന്ന് കൂടി നമുക്കൊന്ന് നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രൈസ് പറയണം. പ്രൈസിലേക്ക് വരുന്ന സമയത്ത് പെട്രോൾ വേരിയൻ്റ് ആണെങ്കിൽ 13,35,000 രൂപ ഈ ഒരു ബേസ് മോഡലിന് ഓൺ റോഡ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഡീസലിലേക്ക് പോയിക്കഴിഞ്ഞാൽ ഏകദേശം 15,09,000 രൂപയും ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇത് ഓൺ റോഡ് പ്രൈസാണ്, എക്സ്ഷോറൂം പ്രൈസ് അല്ല. പക്ഷേ ഇതിൻ്റെ ടോപ്പനിലേക്കൊക്കെ പോകുന്ന സമയത്ത് അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്, സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിലേക്ക് പോകുന്ന സമയത്തും നിർബന്ധമായിട്ടും കാണേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ബേസ് മോഡൽ വാഹനമാണെങ്കിൽ പോലും എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് പോപ്പുലറിൽ നിന്നാണ്. കൊല്ലത്താണ് നമ്മുടെ ഷോറൂം വരുന്നത്. കൊല്ലത്ത് കൊട്ടിയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. താഴ്ഭാഗത്ത് ഞാനൊരു നമ്പർ നൽകിയിട്ടുണ്ട്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാം, അതായത് ഈ ഒരു ഹ്യൂണ്ടായുടെ വാഹനങ്ങളോട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ, ഇപ്പോൾ ഓറയായാലും ഐട്ടൺ ആയാലും ഏത് വാഹനങ്ങളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ i20 ആയാലും നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്കിവിടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി കണ്ടലിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു വാഹനം നോക്കുന്ന സമയത്ത് ഇപ്പോൾ ടോപ്പ് എൻഡ് ആയാലും ബേസ് മോഡലായും നമുക്ക് ഈ ഒരു ലുക്ക് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് വാഹനം ഡിസൈൻ ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചത് ഫ്രണ്ട് സൈഡിലും റിയർ സൈഡിലും അതുപോലെ ഡാഷ്ബോർഡിലുമാണ് മാറ്റം സംഭവിച്ചത്. ആ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു ഹുഡിൻ്റെ ഡിസൈൻ ഓവറോൾ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ലൈൻസൊക്കെ പുതുതായിട്ട് വന്നാണ്. ഇത്രയും ലൈൻസ് ഒന്നും നേരത്തെ വാഹനത്തിൽ വരുന്നില്ല. ഗ്രില്ലിലേക്ക് വരുന്ന സമയത്തായാലും അത്യാവശ്യം നല്ല മാസീവായിട്ടുള്ളൊരു വലിയ ഗ്രില്ല് നൽകിയിട്ടുള്ളത് കാണാം. ഇതിനുള്ളിൽ വേറെ ഗ്ലോസി ഫിനിഷോ അല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷോ ഒന്നും തന്നെ കമ്പനി നൽകിയിട്ടില്ല. ഇവിടെയായിട്ട് ചെറിയ ഒരു എന്താ പറയുക ക്രോം എലമെൻ്റ് ആണ്, പക്ഷേ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് അത് വന്നിട്ടുണ്ട്. ഈ ക്രോം എന്നൊക്കെ വേണം പറയാം. ആ ഒരു രീതിയിൽ ചെറിയൊരു എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ക്രോം ട്രീറ്റ്മെൻറ്റ് അല്ലത്, അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന് ടോപ്പ് എൻഡ് വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു DRL കണക്റ്റഡായി പോകുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് DRL അല്ല, ഇത് പാർക്ക് ലൈറ്റാണ്. ഞാൻ പാർക്ക് ഓണാക്കി ഇട്ടേക്ക് ആ സമയത്താണ് ഇത് കത്തിക്കിടക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഹനത്തിൻ്റെ ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. താഴ്ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോർട്ടബിൾ ഹെഡ്ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. കുറച്ച് താന്നിരിക്കുന്ന രീതിയിലാണ് അവർ എയർ ഇൻടേക്കിൻ്റെ ഒരു ഡിസൈനൊക്കെ ഈ ഒരു പോർഷനിലേക്ക് നൽകിയിട്ടുണ്ട്. എയർ ഇൻടേക്ക് നല്ല രീതിയിൽ അത്യാവശ്യം ലഭിക്കും, ടയറിലേക്കൊക്കെ അത്യാവശ്യം കിട്ടും. അപ്പോൾ ഗ്രില്ലിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ലോഗോ അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള വാഹനങ്ങളിൽ നൽകിയിട്ടുള്ളത് പോലെയല്ല ഈ ഒരു വാഹനത്തിൽ നൽകിയത്. അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട്, നല്ല എയർ ഇൻടേക്ക് ഉണ്ട്. എയർ ഡാമിൻ്റെ ഡിസൈൻ നോക്കിയാലും ഒരുപാട് വലുപ്പം വരുന്നില്ല എയർ ഡാമിൽ, എന്നാൽ അത്യാവശ്യം എയർ ഇൻടേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു താഴ്ഭാഗത്തൊക്കെയാണ് ചില ഗ്ലോസി ഫിനിഷ് കളർ തീമും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ട് ലുക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബേസ് മോഡൽ വാഹനമാണെങ്കിൽ പോലും നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എക്സ്ട്രാ എന്തെങ്കിലും അത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു രീതിയിൽ തന്നെ ഒരു കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ തന്നെ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ മേജറായിട്ട് ചേഞ്ചസും കാര്യങ്ങളൊന്നും ബ്രാൻഡ് വരുത്തിയിട്ടില്ല. ഒരു ഓൾഡ് വാഹനം എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഡിസൈൻ പാറ്റേൺ കമ്പനി നൽകിയിട്ടുള്ളത്. ഫെൻഡറിലായിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. അതൊരു എൻട്രി ലെവൽ വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഫെൻഡറിൻ്റെ പോർഷനിലായിട്ട് ടേൺ ഇൻഡിക്കേറ്റർ നൽകിയത്. 16 ഇഞ്ചാണ് ടയർ വരുന്നത്. ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് 17 ഇഞ്ചിലേക്ക് കൺവേർട്ട് ആവുന്നതാണ്. ഇതിൽ 16 ഇഞ്ചാണ് വരുന്നത്. ബേസ് മോഡൽ ആയതുകൊണ്ടാണ് 205/65R16 ആണ് ടയർ പ്രൊഫൈൽ. അപ്പോഴോടെ ടയറാണ് യൂസ് ചെയ്തത്. അതുപോലെ 4 ടയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. അത് ഈ ഒരു ബേസ് മോഡൽ വാഹനം തൊട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ കാണുന്നതായിരിക്കും. അത് ബേസ് മോഡൽ വാഹനം തൊട്ട് തന്നെ നിങ്ങൾക്ക് 6 എയർ ബാഗ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് രണ്ടും ബേസ് മോഡൽ തൊട്ട് തന്നെ കിട്ടുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അകത്തേക്കൊക്കെ പോകുന്ന സമയത്ത് പറയാം. പിന്നെ ഈ ഒരു മിറർ നോക്കിക്കഴിഞ്ഞാലും നേരത്തെ വന്നതുപോലെ തന്നെ ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെ. വേറെ എന്താ പറയുക, വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഈ ഒരു സൈഡിലൊന്നും ഡോർ ഹാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ തന്നെയാണ്. ഒരു ഗ്ലോസി ഫിനിഷ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട്. വേറെ ഒന്നുമില്ല ഈ ഒരു പോർഷനിലൊന്നും പറയാനായിട്ട്. നേരെ റിയർ സൈഡിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോപ്പുലറിൻ്റെ യാർഡിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഷാർഫിന് ആൻറ്റിന അല്ല വരുന്നത്, നോർമലി വരുന്നൊരു ആൻറ്റിനയാണ് ടോപ്പിൽ നൽകിയിട്ടുള്ളത്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഡിഫോഗൽ ആണ്, റിയർ വൈപ്പറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. ഇപ്പോൾ പാർക്ക് ഇടുന്ന സമയത്ത് കണ്ടോ, ഇത് കണക്റ്റഡ് ആയിട്ട് കത്തിക്കിടക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ കത്തിച്ചിട്ടേക്കുവാണ് കണ്ടോ, കത്തിക്കിടപ്പുണ്ട്. ഈ ഒരു പോർഷനിലും ആ ഒരു ഗ്ലാസ്സിനുള്ളിൽ ഒരു ഗ്ലാസ് പോർഷൻ നൽകിയിട്ടുണ്ട് ഫ്രണ്ടിലായിട്ട്. അതിനുള്ളിൽ ഹ്യൂണ്ടയുടെ ലോഗോ നൽകിയേക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. അതും നല്ല രസമുണ്ട് കാണാനായിട്ട്. റിവേഴ്സ് സെൻസറും ഒക്കെ വരുന്നുണ്ട്. കൃത്യമായ ഒരു ബാഡ്ജിങ് കൂടി നൽകിയിട്ടുണ്ട്. വേരിയൻ്റ് തിരിക്കുന്ന രീതിയിലുള്ള ബാഡ്ജിങ് ഒന്നും വാഹനത്തിൽ നൽകിയിട്ടില്ല. ഇപ്പോൾ ഒരു സെൻസർ വരുന്നുണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്.
മാസീവ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ്. ഏകദേശം 433 ലിറ്റർ ബൂട്ട് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാഹനത്തിൻ്റെ സ്പെയർ ടയർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്പെയർ ടയറിലേക്ക് വരുന്ന സമയത്ത് ടയർ പ്രൊഫൈലും എല്ലാം നൽകിയിട്ടുണ്ടെന്ന് നോക്കട്ടെ. 205/65 R16, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. സെയിം തന്നെയാണ് രണ്ടും നൽകിയത്. 60/40 സ്പ്ലിറ്റിംഗ് നമുക്ക് അവൈലബിൾ ആണ്. പാഴ്സൽ ട്രേ വരുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് പാഴ്സൽ ട്രേ ഉപയോഗിക്കാം. ഓക്കെ, ഇത് മടക്കി ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ, അത് കൊള്ളാം. ഇതിൽ മടക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്പേസ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. 2 സീറ്റ് നമുക്ക് മടക്കി ഇടാവുന്നത്. അപ്പോൾ അത്രത്തോളം സ്പേസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി ഇവിടെ നല്ല നേരെ നമുക്ക് നടന്ന് സൈഡിൽ കൂടി അകത്തേക്ക് വരാം. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ഒരു സമയത്ത് സെൻറ്റർ ലോക്ക് വരുന്നുണ്ട്. കണ്ട് ഇതാണ് കീ വരുന്നത്. ഈ ഒരു ബേസ് മോഡൽ വാഹനത്തിൽ പോലും സെൻറ്റർ ലോക്ക് നൽകി ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. 2 കീയിൽ നമുക്ക് റിമോട്ട് ഫംഗ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഫ്ലിപ്പ് കീ ആണ് നൽകിയത്. അപ്പോൾ കീ കാണുമ്പോഴേ അറിയാം അകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ടൊന്നും വരുന്നില്ല. അതിൻ്റെയൊന്നും ആവശ്യമില്ല. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. മിററിലേക്ക് വരുന്ന സമയത്ത് മിറർ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാം. കണ്ടോ, ഈ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ വേണമെന്ന് നിർബന്ധം പിടിക്കൽ. കാര്യം ഒരു ബേസ് മോഡൽ വാഹനമാണ്. 4 ഡോർ പവർ വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കൂടി വരുന്നുണ്ട്. പിന്നെ 1-2 കാര്യങ്ങൾ ഇവർ മാൻഡറ്ററി ആയിട്ട് നൽകിയിട്ടുള്ളൊരു കാര്യം നമ്മൾ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യമാണ്. ഈ ഒരു സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ ഒരു ഫീച്ചർ നമുക്ക് ഈ ഒരു ക്രെറ്റയുടെ ബേസ് മോഡൽ തൊട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ബേസ് മോഡലിൽ ഉറപ്പായിട്ടും കിട്ടുന്നത് 6 എയർ ബാഗ്, 4 ടയർ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. 4 ഡോർ പവറിൻ്റെ ബേസ് മോഡൽ തൊട്ട് തന്നെ അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ്, അതുപോലെ പ്രൊജക്ട് ഹെഡ്ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ബേസ് മോഡൽ വാഹനം തൊട്ട് തന്നെ. ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ കൺട്രോളും ട്രാക്ഷൻ കൺട്രോളിൻ്റെ കൺട്രോളും നൽകിയിട്ടുള്ളത് കാണാം. ഇനി നമുക്ക് അകത്തേക്ക് കയറി അകത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഡാഷ്ബോർഡൊക്കെ നോക്കിയോ. കണ്ടോ, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ്. നല്ല കളർ കോമ്പിനേഷൻ നൽകിയിട്ടുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ തീമാണ് നൽകിയിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് കൺട്രോൾ ചെറിയ 1-2 കൺട്രോൾസൊക്കെ നൽകിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലേക്ക് പോലെ ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് ഓണാക്കി കാണിച്ചു തരാം. ഒരു ടോപ്പ് എൻഡ് വാഹനത്തിൽ എങ്ങനെയാണോ ഡിസൈൻ നൽകാറുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കമ്പനി ഡിസൈൻ നൽകിയിട്ടുള്ളത്. കണ്ടോ, പിന്നെ ഇൻഫോർമേഷൻ സിസ്റ്റം നമുക്ക് അവൈലബിൾ അല്ല. നിങ്ങൾക്ക് അത് ആവശ്യമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്യാൻ ആവശ്യമെങ്കിലെന്നല്ല, അത് ആവശ്യമാണ്. അപ്പോൾ രണ്ടാമത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. ഒരു ടച്ച് സ്ക്രീൻ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ഫിനിഷിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതറിയത്തില്ല. ഈ രീതിയിൽ ഇരിക്കുന്നത് അറിയുകയൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം അല്ലാതെ സ്പേസ് ആയിട്ടാണ് നൽകിയത്. ഇത് ചെറിയൊരു മാഗ്നറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്കിവിടെ വെക്കാനായിട്ട് സാധിക്കും. ഓട്ടോമാറ്റിക് ഒന്നുമല്ല, ക്ലൈമറ്റ് കൺട്രോൾ മാനുവലി വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഈ ഒരു ഡിസൈൻ ഈ സ്വിച്ചസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ക്രെറ്റയിൽ തന്നെ 6 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. ചാർജിങ് സോക്കറ്റ് നൽകി, സി ടൈപ്പ് ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് നിലവിൽ മാൻഡറ്ററി ആയിട്ട് വരുന്നതാണ് ബേസ് മോഡൽ തൊട്ട് തന്നെ. അത് ഞാൻ എടുത്ത് പറഞ്ഞേക്കാം ആ ഒരു കാര്യം കൂടി. പിന്നെ സെൻട്രൽ പോർഷനിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയും ശകലം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൽ സാധനങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടും മാസീവ് ആയിട്ടുള്ളൊരു സ്പേസ് ഈ ഒരു പോർഷനിൽ അവൈലബിൾ ആണ്. കൂളൊന്നുമല്ല ഗ്ലോ ബോക്സ് നൽകിയത്. മിറർ മാനുവലി കൺട്രോൾ ചെയ്യണം നമ്മൾ. മിറർ അവൈലബിൾ ആണ്. ചില വാഹനങ്ങൾ മിറർ നൽകാറില്ല. ഈ ഒരു പോർഷനിൽ ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പോർഷനിലായിട്ട് ലൈറ്റും കാര്യങ്ങളൊന്നും കമ്പനി നൽകിയിട്ടില്ല. അപ്പോൾ കണ്ടല്ലോ. പിന്നെ 6 എയർ ബാഗിൻ്റെ ആരും ഞാൻ എടുത്തു പറഞ്ഞു. അതുപോലെ ഈ ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് അകത്തെ കാര്യങ്ങളിൽ പറയേണ്ടത് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാതെ ഞാൻ പറഞ്ഞില്ല. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഫുള്ളി ഡിജിറ്റലാണ്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നത്. സി ടൈപ്പ് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ. ഇനി നമുക്ക് റിയർ സൈഡിലേക്ക് കയറി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് കൂടി ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ പെട്ടെന്ന് തീർക്കുകയാണ് ഈ ഒരു വീഡിയോ. ഒരുപാട് വലിച്ചു നീട്ടേണ്ട കാര്യമില്ല. റിയർ സീറ്റിലേക്ക് വരാം. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് റിയർ സൈഡിലെ ഡോർ പാഡ് ലൈറ്റ് ആയിട്ടുള്ള കളർ തീമാണ് നൽകിയത്. റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. അകത്തേക്ക് ഇരിക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാം. അകത്തേക്ക് കയറിയിരിക്കാം. നമുക്ക് റിയർ AC വെൻറ്റ് കമ്പനി നൽകി. ഈ ഒരു ബേസ് മോഡൽ വാഹനത്തിൽ തൊട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ വരുന്നൊരു കാര്യമാണ് ഈ ഒരു സി ടൈപ്പ് ചാർജിങ് സോക്കറ്റാണ്. 2 ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ബേസ് മോഡൽ തൊട്ട് തന്നെ അത് നൽകിയിട്ടുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം ആംബ്രസ്റ്റ്. കണ്ടോ, ബേസ് മോഡൽ തൊട്ട് തന്നെ നമുക്ക് ആംബ്രസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ തന്നെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 4 ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതും നമുക്ക് ബേസ് മോഡൽ തൊട്ട് തന്നെ കിട്ടുന്ന ഒരു ഫീച്ചറാണ്. നല്ല സ്പേസ് വരുന്നുണ്ട്. സെൻറ്റർ ടണലൊന്നും ഹൈറ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നടക്കിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടില്ല. ഈ സീറ്റൊക്കെ ശകലം പിറകിലേക്ക് ഇട്ടേക്കുവാണ്. ഇതിൻ്റെ പുറകിൽ ശകലം സ്റ്റോറേജ് സ്പേസും വരുന്നു. ഈ കവറൊക്കെ പൊട്ടിച്ചിട്ടാണ് ഉപയോഗിക്കാൻ. ഇതൊന്നും ഇട്ട് ഉപയോഗിക്കുന്നത്. കുറേ പേര് ഇതൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നതാണ്. ഭയങ്കര ചൂടാണ് ഈ ഒരു കവറൊക്കെ ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. വാഹനം വാങ്ങിക്കുമ്പോൾ തന്നെ ഇതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഉപയോഗിക്കുക. വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ പറയാനൊന്നും. നമുക്കിത് നേരെ എഞ്ചിനിലേക്ക് കൂടി പോകാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, റിയർ സൈഡിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? റിയർ AC വെൻറ്റ് കണ്ടു, 2 സി ടൈപ്പ് ചാർജിങ് സോക്കറ്റ് കണ്ട്, ആംബ്രസ്റ്റ് കണ്ട്, 4 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൂടി നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ബേസ് മോഡൽ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ക്രെറ്റ എന്ന വാഹനത്തിൻ്റെ ഓൾറെഡി തുടക്കത്തിൽ തന്നെ ഞാൻ വാഹനത്തിൻ്റെ പ്രൈസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു.
അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, ഞാൻ ആ പറഞ്ഞ പ്രൈസിന് ഈ ഒരു വാഹനം വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളത് കണ്ടു നോക്കുക. അപ്പോൾ ഈ കിടക്കുന്നത് ഡീസൽ എഞ്ചിനുള്ളൊരു വാഹനമാണ്. ഡീസലൊക്കെ വരുന്ന സമയത്ത് 4 സിലിണ്ടർ തന്നെയാണ് എഞ്ചിൻ വരുന്നത്. വാഹനത്തിൻ്റെ 116 HP 250 Nm ടോർക്കുമാണ് വരുന്നത്. നോർമൽ പെട്രോൾ എഞ്ചിനും വരുന്നത്. ടെർബോയും നമുക്ക് അവൈലബിൾ ആണ്. നോർമൽ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ 115 HP 143 Nm ടോർക്കും. ഇനി അതല്ല ടെർബോ വേണം എന്നുള്ളവർക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. 160 HP പവർ അവൈലബിൾ ആണ്. 253 Nm ടോർക്കും നമുക്ക് ആ വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഒന്നുമില്ല. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പേസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മിക്ക വാഹനങ്ങളിൽ അതൊക്കെ വരുന്നതാണ്. ഇൻസുലേഷൻ വരുന്നുണ്ട്. ഹുഡിലായിട്ട് വലിയ നോയ്സ് ഒന്നും അകത്തേക്ക് വരികയില്ല. വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നിന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ക്രെറ്റയുടെ ഏറ്റവും ബേസ് മോഡൽ വാഹനം. അത്യാവശ്യം നല്ല രീതിയിൽ ഫീച്ചേഴ്സൊക്കെ വരുന്നൊരു വാഹനമാണ്. അപ്പോൾ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. താഴെ നമ്പറുണ്ട്. ഇജാസ് എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. ഇജാസിനെ വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഇജാസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിലവിൽ ചിലപ്പോൾ ഫ്രീ സ്റ്റോക്ക് വാഹനമൊക്കെ ആയിരിക്കും. വിളിച്ച് ബുക്ക് ചെയ്ത് വാഹനം സ്വന്തമാക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുപോലെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.